സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം കടുപ്പിച്ച് ആശാവർക്കർമാർ 24-ന് ആശമാരുടെ കൂട്ട ഉപവാസം. നിലപാട് തിരുത്താതെ മന്ത്രി വീണ ജോർജ്. ആശമാർക്കെതിരായ അധിക്ഷേപം തുടർന്ന് ഇടത് നേതാക്കൾ സിപിഎമ്മിലെ ഞരമ്പ് രോഗികളെ നിയന്ത്രിച്ചില്ലെങ്കിൽ അപകടമെന്ന് കെ മുരളീധരൻ പറഞ്ഞു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശമാരുടെ സമരം ഇന്ന് 41-ാം ദിവസത്തിലേക്കും അനിശ്ചിതകാല നിരാഹാര സമരം 3-ാം ദിവസത്തിലേക്കും കടന്നു. നിരാഹാര സമരം ഇരുന്ന ആശാപ്രവർത്തകരിൽ ഒരാളുടെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. സമരം കൂടുതൽ ശക്തമാക്കി 24-ന് കൂട്ട ഉപവാസം നടത്താനാണ് ആശമാരുടെ തീരുമാനം. ഇവിടത്തോണ്ട് നേരം ആയിട്ടില്ല, ഞങ്ങൾ കൂട്ട ഉപവാസത്തേക്ക് തന്നെ പോകും. ഉപവാസം എന്നുള്ളത് ചിലപ്പോൾ ഞങ്ങൾ നിരാഹാരം വരെ തന്നെയായിട്ട് തന്നെ പോകും. അല്ലാതെ ഞങ്ങൾക്ക് ആരോടൊരു പിടിവാശിയില്ല. ഇവിടെ കിടക്കണമെന്ന് ഞങ്ങൾക്കൊരു താല്പര്യവും ഇല്ല. ഒരു മിനിറ്റ് മുന്നേ എങ്കിൽ ഒരു മിനിറ്റ് മുന്നേ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആശമാർ തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. ആശാ സമരത്തിൽ നിലപാട് തിരുത്താതെ ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആശാ സ്കീം ഒരു കേന്ദ്ര സ്കീമാണ്. 2005-2006 തുടങ്ങിയത്. ആശാ സ്കീം തുടങ്ങിയത് അന്ന് ഇൻസെന്റീവ്സ് കേന്ദ്രം പ്രഖ്യാപിച്ചത് അതേ നിലയിൽ തന്നെ തുടരുകയാണ്. അവരുടെ ഗൈഡ് ലൈൻ വുമൺ വോളണ്ടിയർ എന്നുള്ള ഗൈഡ് ലൈൻ നിലനിൽക്കുന്നു. ആ വുമൺ വോളണ്ടിയർ എന്നുള്ളത് എഴുതിയെടുത്തത് ആ ഗൈഡ് ലൈനിൽ കേന്ദ്രം സ്പെസിഫിക് ആയി പറഞ്ഞിരിക്കുന്നു, സ്റ്റേറ്റ്സ് കനോട്ട് ചേഞ്ച് ദിസ് ഗൈഡ് ലൈൻ. സ്റ്റേറ്റ് ക്യാൻ ചേഞ്ച് അതർ ഗൈഡ് ലൈൻസ് എക്സെപ്റ്റ് ദിസ് വൺ എന്നാണ്. ആശമാർക്കെതിരായ അധിക്ഷേപം തുടരുകയാണ് ഇടത് നേതാക്കളും ഇടത് യുവജന സംഘടനയും. എല്ലാവരുടെയും ഡിമാൻഡുകൾ ഗവൺമെന്റിന് ഇപ്പോൾ അംഗീകരിക്കാൻ കഴിയില്ല. ഇതാണ് ഫാക്ട്. അംഗീകരിക്കാതെ അവരെ യഥാർത്ഥത്തിൽ കുത്തിയിളക്കി വിട്ട് സമരം ചെയ്യുന്ന ഒരു ടീമുണ്ട്. അതൊരു സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേതനം വർദ്ധിപ്പിക്കണമോ ആനുകൂല്യം കൂട്ടണോ എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കേണ്ട കാര്യമാണ്. കേരളത്തിൽ ഒരു പ്രത്യേകതരം കൂട്ടുകെട്ട് രൂപപ്പെടുത്താൻ ആവശ്യമായ നീക്കമാണ് നടന്നത്. ഇത് കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ പിന്തുണയില്ലാത്ത ഒരു സമരമാണ്. ഇത് കൃത്യമായ പദ്ധതി അടിസ്ഥാനപ്പെടുത്തി നടത്തുന്ന കാര്യമാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അതിനിടെ സിപിഎമ്മിലെ ഞരമ്പ് രോഗികളെ നിയന്ത്രിച്ചില്ലെങ്കിൽ അപകടമെന്ന് സമരപ്പന്തൽ സന്ദർശിച്ച കെ മുരളീധരൻ. മുന്നോട്ട് പോയാൽ ഈ പ്രശ്നത്തിന്റെ അവസ്ഥ എന്തായിരിക്കും മുഖ്യമന്ത്രി ആലോചിക്കാൻ ഞാൻ അത്രയോ പറയുന്നു. ഒരു കാര്യം വെച്ചാണ് ആശാപ്രവർത്തകരെ സിപിഎം നേതാക്കൾ നിരന്തരം അധിക്ഷേപിക്കുന്നതിൽ വ്യാപക വിമർശനം ഉയരുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.